ഹലോ ഗായ്സ്, ഡെല്ലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ അഡീനിയൻ ചെടിയെക്കുറിച്ചാണ് കേട്ടോ. എനിക്ക് കിട്ടിയ ഒരു അഡീനിയൻ ചെടിയിൽ നിന്നും കിട്ടിയ വിത്ത് ഞാൻ മുളപ്പിച്ചെടുത്ത കുറേ തൈകൾ, ആ ഒരു മദർ പ്ലാന്റിൽ നിന്നും കിട്ടിയ കുറേ തൈകളെക്കുറിച്ച് പറയുവാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. ഈ കാണുന്ന ചെടിയാണ് മദർ പ്ലാന്റ് ആണ് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു അഡീനിയം തൈയാണ്, എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടിയതാണ്. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ അഡീനിയൻ ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് 3 പ്രാവശ്യം വിത്ത് കിട്ടി. 3 വിത്ത് കിട്ടി. എനിക്ക് ആ വിത്തിൽ തന്നെ ഒരുപാട് തൈകളൊക്കെ മുളച്ച് വന്നു. പക്ഷേ ഞാൻ അതിനെ പരിപാലിക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് ആ ചെടികളൊക്കെ എല്ലാം ചീഞ്ഞു പോയി കേട്ടോ. കുറേ ചെടികൾ ചീഞ്ഞു പോയി, കുറച്ചൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഈ അഡീനിയൻ ചെടി എങ്ങനെ പരിപാലിച്ചെടുക്കണം എന്നുള്ളത് അറിയാമെന്നുള്ളത് കേട്ടോ. അപ്പം നേരത്തെ അറിയാതെയൊക്കെ ഒരുപാട് തൈകളൊക്കെ എനിക്ക് ചീഞ്ഞു പോകുവാനിടയായി. ഞാൻ ഈ കാണിക്കുന്ന തൈകൾ എനിക്ക് ആദ്യം ഇതാണ് ഈ ചെടി, ഈ വരിയിലിരിക്കുന്ന അഡീനിയൻ തൈകളാണ് ആദ്യമായി കിട്ടിയ വിത്തിൽ നിന്നും കിട്ടിയത്. അത് ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആദ്യം കിട്ടിയതിൽ ഒരുപാട് തൈ മുളച്ച് വന്നതാണ്, പക്ഷേ എല്ലാം ചീഞ്ഞു പോയി. 10 തൈ എനിക്ക് കിട്ടി, വലുത്. അത് കണ്ടോ, വലിയ തൈ. ഇത് വലിയ തൈയാണ് കേട്ടോ. 10 എണ്ണം ഉണ്ട് അതിൻ്റെ. ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. രണ്ടാമത് കിട്ടിയ വിത്തിൽ നിന്ന് മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ. ഇവിടെ മുതലാണ് കേട്ടോ. എനിക്കിപ്പോൾ മൂന്നാമത് കിട്ടിയ വിത്ത് നിന്നു അതിലെനിക്ക് 19 വിത്ത് കുറവായിരുന്നു അതിനകത്ത്, പക്ഷേ എല്ലാം വലിയ വിത്തായിരുന്നു. 19 തൈ പിടിച്ചു കേട്ടോ. അതിൽ 4 എണ്ണം ചീഞ്ഞു പോയി. 15 തൈ കിട്ടിയിട്ടുണ്ട് അതിൽ. അതാണ് ഇതായിരിക്കുന്നത്. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് എനിക്ക് കിട്ടിയ വിത്താണ് കേട്ടോ. എന്നിട്ട് ആ ചെടിയിൽ ഇപ്പോൾ വീണ്ടും വിത്ത് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വിത്തുണ്ട്. ഇതൊരു വിത്താണ്. ചെറിയൊരു വിത്തുണ്ട്. അതുപോലെ ഇവിടെ ഒരു വിത്തുണ്ട്. ഇതൊരു വിത്താണ്. ഇനി വീണ്ടും ആ പൂവ്, അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് പൂ വിരിഞ്ഞു കേട്ടോ. മദർ പ്ലാന്റിൽ ഒരുപാട് പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വിത്തിന് ഭാഗമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്ന കാരണം എനിക്ക് ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയ അഡീനിയൻ ചെടിയാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു നഴ്സറി ചെന്ന് ഞാൻ 50 രൂപയ്ക്ക്
ഒരു 9 തൈ വാങ്ങിച്ചു കൊണ്ടുവന്ന് നട്ടു. പക്ഷേ ആ സമയത്ത് അടീനിയം ചെടി എങ്ങനെ പരിപാലിക്കണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ആ ചെടികളെല്ലാം ചീഞ്ഞു പോയി. അങ്ങനെ ഞാൻ അവിടെ പോയി പറഞ്ഞപ്പോൾ അവരെനിക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു തൈ തന്നു. ആ തൈയാണിത്. അപ്പോൾ ഞാൻ ഇത് പൂത്തപ്പോഴാണ് ഈ പിങ്ക് കളർന്ന് അറിയുന്നത് കേട്ടോ. പക്ഷേ എന്തായാലും എനിക്ക് ഈ ഒരു ചെടി എനിക്ക് തന്നത് ഒരു 10, 30, 41 തൈയുണ്ട് കേട്ടോ മൊത്തം. ഈ അമ്മയും 41 മക്കളുമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ചെടിയിൽ നിന്ന് എനിക്ക് ഇത്രയും തൈ കിട്ടിയത്. ഒരു ചെടിയിൽ നിന്നും കിട്ടിയ തൈകളാണ് കേട്ടല്ലേ. അപ്പോൾ ഇനിയും അതിൽ തന്നെ വിത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഒരുപാട് അടീനിയൊന്നുമില്ല. കാരണം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ചീഞ്ഞു പോയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആകെ ഉള്ള ഇതിൽ പൂ വിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏത് കളറാണെന്നൊന്നും അറിയില്ല. അപ്പോൾ പൂ വിരിഞ്ഞാലേ കളർ അറിയാൻ പറ്റൂ. അപ്പോൾ ഞാനതിനെ ഇനി പൂ വിരിയിച്ചെടുക്കാനുള്ള ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഇത് വിരിഞ്ഞതിന് ശേഷം അറിയാം എന്തൊക്കെ കളറുണ്ടെന്ന്. കാരണം വിത്ത് പാകി മുളച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കളർ മാറി കിട്ടുമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഞാനും ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ കളർ കിട്ടുമെന്ന് നോക്കാം. അതിന് ശേഷം പ്രൂൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറേ വിത്തുകൾ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ, കുഞ്ഞു വിത്തുകൾ. ഇവിടെ കണ്ടോ വിത്തായി വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ എനിക്ക് ഇനിയും ഇതിൽ നിന്ന് ഒരുപാട് വിത്ത് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ ഇവർക്ക് കൊടുക്കുന്ന വളം കഞ്ഞിവെള്ളം, അരി കഴുകുന്ന വെള്ളമാണ്. അരി കഴുകുന്ന വെള്ളം, കഞ്ഞിവെള്ളമൊക്കെ ചേർത്ത്, പച്ചവെള്ളമൊക്കെ ചേർത്ത് ഇതിലൊഴിക്കാറുണ്ട്. പിന്നെ തേങ്ങയുടെ വെള്ളം നല്ലതാണ് കേട്ടോ, പൂക്കുന്നതിന് നല്ലതാണ്. പൂക്കുന്നതിന് തേങ്ങ വെള്ളം നല്ല ഫസ്റ്റാണ്. അത് ഓർക്കിഡിനായാലും തേങ്ങ വെള്ളം നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു 8-9 മണിക്കൂർ വെയിൽ വേണം ഇതിന്. വെയിലുണ്ടെങ്കിൽ മാത്രമേ നിറച്ച് പൂക്കുകയുള്ളൂ. പക്ഷേ തേങ്ങ വെള്ളവും ഫസ്റ്റാണ് പൂക്കുന്നതിന്. പിന്നെ ഏത്തമ്പഴത്തിൻ്റെ തൊണ്ട് അത് അരച്ചെടുത്തതോ അല്ലെങ്കിൽ അത് പുളിപ്പിച്ചതോ, ഏത്തമ്പഴത്തിൻ്റെ തൊണ്ട് പുളിപ്പിച്ചെടുത്ത് ആ വെള്ളമൊക്കെ ഇതിന് നല്ലതാണ് കേട്ടോ. പക്ഷെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വെയിലത്ത് വയ്ക്കണം. നമ്മൾ ഈ ചെറിയ തൈ, ഈ കുഞ്ഞു തൈ ഞാൻ ഒരല്പം വെള്ളം ഒഴിക്കും കേട്ടോ. കാരണം നിറയെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെയിലത്ത് വയ്ക്കും. ആ വെയിൽ കൊള്ളുമ്പോൾ ഈ വെള്ളം ഇതെല്ലാം ഉണങ്ങി അങ്ങ് പോകും. പിന്നെ ചീഞ്ഞു പോകുമെന്ന് പേടിക്കണ്ട. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഈ കുഞ്ഞു തൈകൾക്ക് ഒഴിക്കാവൂ. ചില ആൾക്കാർ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നിറയെ വെള്ളം ഒഴിച്ച് നനഞ്ഞിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചീഞ്ഞു പോകും. ഇത് കണ്ടോ, ഞാൻ രാവിലെ അതിൻ്റെ ചുവട്ടിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ആ വെള്ളമെല്ലാം വെയിലത്ത് വെച്ചതാണ്. വെയിലത്ത് വെച്ച് ആ വെള്ളമെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. മഴയത്തൊന്നും എടുത്ത് വയ്ക്കരുത്. നമ്മൾ ഈ തൈയൊക്കെ ഇത്തിരി വളർത്തി വലുതാക്കി എടുക്കുന്നത് വരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല പെട്ടെന്ന് വലുതായതുപോലെ. ഇത് പെട്ടെന്ന് വളർന്നു. ചാണകപ്പൊടിയൊക്കെ ഇട്ട്, ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഇളക്കി, വേറെ കവറിൽ നിന്ന് ഇളക്കി മാറ്റി നട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എൻ്റെ ഈ അമ്മ മദർ പ്ലാന്റും 41 അടീനിയം തൈകളുമുണ്ട്. ഒരമ്മയും 41 മക്കളുമാണ് കേട്ടോ. അപ്പോൾ ഇനിയും അടുത്ത് അമ്മ പ്രസവിക്കാനുള്ള ഒരുക്കത്തിലാണ്. കാരണം 2 വിത്തുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രസവത്തിലും എത്ര കുഞ്ഞുങ്ങൾ എനിക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കൂ. കാരണം പുതിയ വീഡിയോ
ഈ പുതിയ വീഡിയോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഈ വീഡിയോ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നിങ്ങളെന്നെ ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം കേട്ടോ. ഇത്രയും ചെടികൾ എനിക്ക് ഈ ഒരു ചെടിയിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഇതിൽ വിത്തുകൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുന്നു.